Good morning, all. Today we are discussing about psychology. സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റില് നമ്മൾ പറഞ്ഞു പോകുന്ന കുറെ ടോപ്പിക്സുകളുണ്ട്. മെയിൻ ആയിട്ട് എന്താണ് സൈക്കോളജി എന്നും, എന്താണ് എഡ്യൂക്കേഷൻ സൈക്കോളജി എന്നും, ചൈൽഡ് സൈക്കോളജി എന്താണ്, കുട്ടികളുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ ലേണിംഗ് ഡിസബിലിറ്റീസ്, ഇങ്ങനെ ഒരു 9 ചാപ്റ്ററോളം നമ്മൾ സൈക്കോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിന്റെ കീഴിൽ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് എന്താണ് സൈക്കോളജി. ഇനി നമുക്ക് ഓരോ ഭാഗങ്ങളായിട്ട് ഓരോ ദിവസവും ഓരോരോ ചാപ്റ്റേഴ്സ് ആയിട്ട് കവർ ചെയ്തു. ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് സൈക്കോളജി എന്താണ്. സൈക്കോളജി ഈസ് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ മൈൻഡ് ആൻഡ് ബിഹേവിയർ. സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ ചിന്തകളെയും വികാരങ്ങളെയും പ്രവൃത്തികളെയൊക്കെ മനസ്സിലാക്കാനും വിശകലനം ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നത്. അതായത് നമുക്ക് മുമ്പിൽ വരുന്നത് ടീച്ചേഴ്സിനെ സംബന്ധിച്ചാകുമ്പോൾ സ്റ്റുഡൻസ് ആണ്. അപ്പൊ നമ്മളുടെ മുമ്പിൽ വരുന്ന കുട്ടികളെ ഏത് രീതിയിലാണ് നമുക്ക് ബിഹേവ് ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് അല്ലെങ്കിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അവർ ഇന്ന രീതിയിൽ ബിഹേവ് ചെയ്തത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഒരു സൈക്കോളജി പഠിക്കുന്നതിലൂടെ ടീച്ചർക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ടീച്ചറെ സംബന്ധിച്ച് അവർ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസിന്റെ ബിഹേവിയർ, അതുപോലെ അവരുടെ ഫീലിങ്സ്, അവർ ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്, ഇതൊക്കെ നമുക്ക് ഇതിലൂടെ പഠിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ സൈക്കോളജി എന്ന് പറയുന്നത് പല ബ്രാഞ്ചസും ഉണ്ട്. സൈക്കോളജി എന്ന് പറയുന്നത് ഒരു വലിയൊരു ഏരിയ, വൈഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അതിന് പല ബ്രാഞ്ചസും ഉണ്ട്. ബയോളജിക്കൽ സൈക്കോളജി വരുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജി വരുന്നുണ്ട്, ഡെവലപ്മെന്റൽ സൈക്കോളജി വരുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ എഡ്യൂക്കേഷൻ സൈക്കോളജി ഉണ്ട്, ചൈൽഡ് സൈക്കോളജി ഉണ്ട്. ഇതൊക്കെ നമ്മൾ വഴിയെ പഠിക്കുന്നതാണ്. അപ്പൊ ഇതിന്റെ ഒരു നേച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു റിസർച്ച് ബേസ്ഡ് ആയിട്ടുള്ള ഒരു നേച്ചർ ആണ് ഇതിന് വരുന്നത്. ബേസ്ഡ് ഓൺ സിസ്റ്റമാറ്റിക് എവിഡൻസ് ബേസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ ഫിനോമിന യൂസിങ് സയന്റിഫിക് മെത്തേഡ്സ്. സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് സയന്റിഫിക്കലി നമ്മൾ ചെയ്ത കാര്യങ്ങളാണ് സൈക്കോളജിയിലൂടെ നമ്മൾ പറയുന്നത്. ഇതിപ്പോ ഇൻഡിവിജ്വലിനെ പറ്റിയും പറയുന്നുണ്ട്, ഗ്രൂപ്പിനെ പറ്റിയും പഠിക്കുന്നുണ്ട്. അതായത് ഒരു പേഴ്സണെ വെച്ചിട്ട് അയാളുടെ പ്രോബ്ലംസ് ഐഡന്റിഫൈ ചെയ്യാൻ, അയാളുടെ ഫീലിങ്സ് ഐഡന്റിഫൈ ചെയ്യാൻ, ഇമോഷൻസിന് കൺട്രോൾ ചെയ്യാൻ, ഇതൊക്കെ നമ്മൾ ഇൻഡിവിജ്വലി ചെയ്യുന്നത്. അതുപോലെ ഇത് സൈക്കോളജി കൊണ്ടിട്ട് നമുക്ക് ഗ്രൂപ്പിലും ചെയ്യാവുന്നതാണ്. അതുപോലെ മൾട്ടി ഡിസിപ്ലിനറി ഇന്ററാക്ഷൻ വരുന്നുണ്ട്. ഇനി ഇതിന്റെ മേജർ ആയിട്ടുള്ള തിയറിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് ഏതൊക്കെയാണ് നോക്കാം. ബിഹേവിയറിസം വരുന്നുണ്ട്, ബയോ സൈക്കോളജി വരുന്നുണ്ട്, കോഗ്നിറ്റീവ് സൈക്കോളജി ഉണ്ട്, ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ഉണ്ട്, സൈക്കോ ഡൈനാമിക് സൈക്കോളജി ഉണ്ട്. ഇപ്പൊ നമ്മൾ ഏകദേശം സൈക്കോളജി എന്താണെന്നും ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ നേച്ചർ എന്താണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി വരുന്നത് ഇതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. വൈ സൈക്കോളജി മാറ്റേഴ്സ്, എന്തൊക്കെ കാര്യങ്ങൾ, എന്തുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സൈക്കോളജി പഠിക്കുന്നത് എന്നുള്ളതാണ്. അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ, നമുക്ക് ഒരാളുടെ ബിഹേവിയർ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. എക്സ്പ്ലെയിൻസ് ഹൗ ആൻഡ് വൈ പീപ്പിൾ ആക്ട്, ഇംപ്രൂവിങ് സോഷ്യൽ ഇന്ററാക്ഷൻസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ ഡെയിലി ലൈഫ്. ഓരോ മനുഷ്യരും എന്തുകൊണ്ടാണ് അവര് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങനെ പെരുമാറിയത്, അവര് സോഷ്യൽ ഇന്ററാക്ഷൻസ് എങ്ങനെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റും, അതിലെങ്കിൽ കോൺഫ്ലിക്ട്സ് അവരുടെ ഡെയിലി ലൈഫിൽ ഉണ്ടാക്കുന്ന കോൺഫ്ലിക്ട്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതാണ് നമ്മൾ പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ബിഹേവിയർ. അതുപോലെ ഇത് മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡയഗ്നോസിസ് ആൻഡ് ട്രീറ്റ്സ് ഡിസോർഡേഴ്സ് ലൈക്ക് ഡിപ്രഷൻ ആൻഡ് ആൻസൈറ്റി ത്രൂ എവിഡൻസ് ബേസ്ഡ് തെറാപ്പീസ്. എന്തെങ്കിലും പ്രോബ്ലംസ് അല്ലെങ്കിൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഇത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ സൈക്കോളജി പഠിക്കുന്നതിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് എൻഹാൻസ്ഡ് റിലേഷൻഷിപ്സ്, ഇത് റിലേഷൻഷിപ്സിനെ എൻഹാൻസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബെറ്റർ ആക്കുന്നു, ബെറ്റർ കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു, എംപത്തറ്റിക് ആയിട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നു, മറ്റൊരാളുടെ ഇമോഷൻസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും, നമുക്ക് നമ്മളെ തന്നെ, അതായത് പേഴ്സണലി നമുക്ക് നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്നു, ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ നമുക്ക് മറ്റുള്ളവരെ മനസ്സിലാക്കാൻ പറ്റുന്നു. അപ്പൊ ഇത് നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ എഡ്യൂക്കേഷൻ സപ്പോർട്ട് ഇതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ഇറ്റ് ഐഡന്റിഫൈസ് എഫക്റ്റീവ് ലേണിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് അഡ്രസ്സസ് ചാലഞ്ചസ് ലൈക്ക് ലേണിംഗ് ഡിസബിലിറ്റീസ്. നമുക്ക് സ്റ്റുഡൻസിന്റെ